ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മയെ ആദ്യം വിവാഹം കഴിച്ച, അതായത് പ്രകാശന്റെ പിടിയിൽ നിന്നും പോയതിന് ശേഷം ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് നിർബന്ധിച്ച് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ ഒരു വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന് അതിനു മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു പോയതാണ്. അതിലൊരു മകനുണ്ട്. ആ മകനാണ് ഗംഗപ്രസാദ്. ആ മകനെയാണ് ലക്ഷ്മി അമ്മയും കാർത്തികയും ഇത്രയും നാളും ഭയന്നിരുന്നത്. അങ്ങനെ അവരുടെ, അതായത് ഗംഗപ്രസാദിന്റെ സ്വത്തുക്കളൊക്കെ തന്നെ അവർ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് അവൻ പറയുന്നത്. അച്ഛൻ നല്ലതായതുകൊണ്ട് ഇവനക്ക് കുറച്ച് സ്വത്തുക്കൾ മാത്രമേ കൊടുത്തുള്ളൂ, ബാക്കിയെല്ലാതും ലക്ഷ്മി അമ്മയുടെയും അതുപോലെ കാർത്തികയുടെയും പേരിലാണ് എഴുതി വെച്ചത്. അന്നു മുതൽ ഇവർക്ക് ഗംഗപ്രസാദിന് ഇവരോട് ശത്രുതയായി. ബുദ്ധി വെച്ച കാലം ആണല്ലോ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചത്. അപ്പൊ ആ ഒരു കുട്ടിക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാ ലഹരി മരുന്നും ഉപയോഗിച്ച് തല്ലുകൊള്ളിത്തരവും എല്ലാതും ചേരിയിലൊക്കെ ചെന്ന് അങ്ങനെ അലമ്പുണ്ടാക്കി അവനൊരു ശരിക്കൊരു തല്ലിപ്പൊളി പയ്യനായി തന്നെയാണ് വളർന്നത്. അങ്ങനെ അതിനിടയിൽ അവൻ ജയിലിൽ പോവുകയും ചെയ്തു. ആ ജയിലിലായപ്പോഴാണ് ലക്ഷ്മിയമ്മയും കാർത്തികയും കൂടി കല്യാണിയുടെയും കിരണിന്റെയൊക്കെ അരികിലേക്ക് വന്നത്. അങ്ങനെ ഇവരുടെ ഈ ഒരു സമയത്താണ് അവൻ ജയിൽ ചാടി എന്ന വിവരം കാർത്തികൊക്കെ അറിയുന്നത്. അത് വന്ന് കല്യാണിയോടും കിരണിനോടും പറയുന്നുണ്ട്. പേടിച്ച് തന്നെയാണ് അവൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതേ സമയത്ത് ഇവരൊക്കെ അന്വേഷിച്ചിട്ട് ഗംഗപ്രസാദ് നാട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോൾ ഇവന്റെ ശത്രുക്കൾ ഇവനെ കുറെ പേര് ചേർന്നിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ കിരൺ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ കിരൺ ഈ ഗംഗപ്രസാദിനെ തല്ലുന്ന ഗുണ്ടകളൊക്കെ അടിച്ച് നിരപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗംഗപ്രസാദിന് കിരണിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. ആ സമയത്ത് ഈ ഒരു കാഴ്ച കാണുകയാണ് നമ്മുടെ കാർത്തിക. എന്താ ഇവിടെ നടക്കുന്നത് എന്നറിയാൻ പോലും മനസ്സിലാകുന്നില്ല. കാരണം ഗംഗപ്രസാദിനെ രക്ഷിക്കുക കിരൺ എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളെല്ലാം തന്നെ മാറി നിന്നിട്ട് കാർത്തിക ചോദിക്കുന്നുണ്ട് കിരണിനോട്, നിങ്ങൾ എന്തിനാ അയാളെ രക്ഷിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഒരു പയ്യനെ ഇങ്ങനെ തല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഭാഗത്താ ന്യായെന്ന് തോന്നി, അതുകൊണ്ട് അവൻ രക്ഷപ്പെടുത്തിയതെന്ന് കിരൺ പറയുമ്പോൾ അവനാണ് ഗംഗപ്രസാദ് എന്ന് പറയുന്നുണ്ട്. അവനോ എന്ന് ചോദിക്കുകയാണ്. അതെ, അവൻ തന്നെയാണ് ഗംഗപ്രസാദ്. അവനെ ഇപ്പൊ നിങ്ങൾ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടായില്ല, അവൻ തന്നെ വരുത്തി വെച്ചതാണ് അവന്റെ ശത്രുക്കളെയൊക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്തായാലും അവന്റെ എന്തായാലും എന്നോട് ഒരു ഇഷ്ടവും ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം. കാർത്തികയും ലക്ഷ്മിയെയും അവനൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. അവന് എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട് മനസ്സിൽ. അവനെ നന്നാക്കി നമുക്ക് എടുക്കാം എന്ന് കിരൺ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ ഗംഗപ്രസാദിനോട് സംസാരിക്കുകയാണ്. നിന്റെ പെങ്ങള് അവൾക്ക് നിന്നോട് സ്നേഹം മാത്രമാണുള്ളത്, ഒരിക്കലും നിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനല്ല അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ അവരെ സ്നേഹിക്കണം. നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് ഇത്രയും നാൾ അവരല്ലേ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നൊക്കെയുണ്ട് കിരണും കല്യാണിയും എല്ലാവരും ചേർന്ന്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.